ഇവന്റെയൊക്കെ ഒടുക്കത്തെ ഉറക്കമാ. ഉറങ്ങുമ്പോഴും അഹങ്കാരത്തിന് ഒരു കുറവുമില്ല. ഓ, ഇവനെയൊക്കെ ഉറക്കത്തിൽ മൂട്ട കടിച്ച് ചാവണം. ആരോടാ സൂത്ര ദേഷ്യം? ആ ഉറക്കക്കാരൻ കരടിയില്ലേ, അവന്റെ കാര്യമാ പറഞ്ഞത്. മൂപ്പര് ഗുഹയിൽ ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് ഞാൻ പാട്ടുപാടി അതിലെ ഒന്ന് നടന്നു. അതിന് ആ കുംഭകർണൻ എന്നെ പറയാത്ത ചീത്തയില്ല. അതുവഴി പാട്ടുപാടി നടന്നാൽ ഉറങ്ങാൻ പറ്റില്ലെന്ന് അവൻ. എന്റെ ഗുഹയിലേക്ക് പോവാൻ എളുപ്പ വഴി അതിലെയാണെന്ന് ഞാനും പറഞ്ഞു. അപ്പൊ അവൻ പറയുന്നു അവൻ ഉറങ്ങുമ്പോ എളുപ്പ വഴി പോണ്ട, വളഞ്ഞ വഴി പോയാ മതിയെന്ന്. ആഹാ, എന്നാ പിന്നെ നമ്മൾ വിട്ടുകൊടുക്കരുത് സൂത്ര. നമുക്കും അത് തന്നെ ചെയ്യണം. ഏത്? നമുക്ക് വളഞ്ഞ വഴി പോവാം. ഓ, അത് ശരി. ഞാൻ കരുതി താൻ അവനെ ഒതുക്കാൻ വഴി പറയുമെന്ന്. എന്നാടി താൻ ഡയലോഗൊന്നും പറയാത്തത്? ഞാൻ ചിന്തിക്കുകയാ. താൻ പറഞ്ഞ പോലെ നമ്മൾ ഒരു വളഞ്ഞ വഴിക്ക് പോകുന്നു. ശരിക്കും ഒരു വളഞ്ഞു പുളഞ്ഞ വഴി. അവന്റെ ഉറക്കം നമുക്കിന്ന് തീർക്കണം. അതിനുള്ള സൂത്രം റെഡി. ആവശ്യമുള്ള സാധനങ്ങൾ: ഒരു കൊച്ചു കല്ല്, കുറച്ച് വള്ളി, പിന്നെ ഒരു പഴം, 4-5 എലികൾ, ഒരു കൂർത്ത കമ്പ്, ഒരു കുല മാങ്ങ, പിന്നെ ഒരു പലക, ഒരു വലിയ പാത്രം വെള്ളം, പിന്നെ കുറച്ച് വള്ളി. മതി, ഇത്രയും മതി. അല്ല, ഒന്നും മനസ്സിലായില്ല സൂത്ര. അതാടോ വളഞ്ഞ വഴി എന്ന് പറഞ്ഞത്. വാ, കാണിച്ചു തരാം. വേഗം നടക്ക് ചേരൂ. സംഭവം റെഡി. ഷോ, ഇപ്പോഴും ഒന്നും മനസ്സിലായില്ല സൂത്ര. വിശദീകരിച്ചു തരാം. അമ്മ ചെയ്യേണ്ടതേ ദാ ഇത്രയേ ഉള്ളൂ. ഇവിടെ ഇരുന്ന് ഈ കല്ല് ഇതുവഴി ഉരുട്ടി വിടുക. കല്ല് ഉരുണ്ട് ചെന്ന് ആ എലിമാളത്തിൽ കയറും. അന്നേരം മാളത്തിനുള്ളിലെ എലികൾ പുറത്തു ചാടും. അപ്പോഴാണ് അവ തൊട്ടപ്പുറത്ത് ആ പഴം കാണുന്നത്. കൊതിയമ്മ വേഗം പഴം കടിച്ചു മുറിക്കും. പഴം മുറിയും, ഒപ്പം വള്ളിയും. ആ വള്ളി കൊണ്ട് വലിച്ചു കെട്ടിയ മുളവള്ളി പൊട്ടുമ്പോൾ നിവരും. അങ്ങനെ മുളയുടെ അറ്റത്ത് കെട്ടിയ കൂർത്ത കമ്പ് അപ്പുറത്ത് നിൽക്കുന്ന മാവിലെ മാങ്ങാക്കുലയിൽ ചെന്ന് തറയ്ക്കും. അതോടെ മാങ്ങ വീഴും. ശരൂ, ആ മാങ്ങ വീഴുന്നത് നമ്മൾ പ്രത്യേകം തയ്യാറാക്കി വെച്ച പലകയിലാണ്. പലക അങ്ങനെ ചെരിഞ്ഞു വീഴും. പലകയുടെ അറ്റത്തെ വള്ളിയും വലിയും. വള്ളി വലിയുമ്പോൾ വള്ളിയുടെ അറ്റത്തുള്ള വലിയ പാത്രവും ചെരിയും. അതോടെ പാത്രത്തിലെ വെള്ളം പ്ലും. അതിനിടെ മാങ്ങ താഴോട്ട് ഉരുണ്ട് ഉറക്കക്കാരൻ കരടിയുടെ ഗുഹയിലെ മരവാതിലിൽ ചെന്ന് തട്ടും. ടും ടും ടും. മുട്ടുന്ന ഒച്ച കേട്ട് കരടിച്ചാൽ വാതിൽ തുറക്കും. ആരാ? അപ്പോഴേക്കും പാത്രത്തിൽ നിന്ന് വീണ വെള്ളം ഒഴുകി എത്തിയിട്ടുണ്ടാവും. അങ്ങനെ ഉറക്കക്കാരനും ഗുഹയും വെള്ളത്തിൽ. ഹി ഹി ഹി. അയ്യോ. താൻ ഡയലോഗൊന്നും പറയുന്നില്ലല്ലോടെ. അല്ല സൂത്ര, ഞാൻ ചിന്തിക്കുകയാ. എനിക്കൊരു സംശയം, ഇതൊക്കെ നടക്കുമോന്ന്. അതെന്താടോ അങ്ങനെ തോന്നാൻ? ഒരൊറ്റ കാര്യത്തിലാ സംശയം. ഞാൻ ഇതാ വരുന്നു. ആ സംശയം ഒന്ന് തീർത്തിട്ട് വരാം. ഞാൻ വരണോ? വേണ്ട വേണ്ട. ശരി, കുളമാക്കുമോ? കൂടെ പോയാ മതിയായിരുന്നു. സൂത്ര, സംശയം തീർന്നു. സംഗതി നടക്കും. തനിക്കത് ഇപ്പോഴെങ്കിലും മനസ്സിലായല്ലോ. മാങ്ങ വാതിലിൽ തട്ടിയാൽ പുള്ളി ഉണരുമോ എന്നായിരുന്നു എൻ്റെ ഒരു സംശയം. ഉണരും സൂത്ര, ഞാൻ നോക്കി. താൻ നോക്കിയെന്നോ? എങ്ങനെ നോക്കി? ഞാൻ ആ മാങ്ങ പറിച്ച് ഗുഹയിലേക്ക് ഉരുട്ടി വിട്ടു നോക്കി. മണ്ടാ. ആഹാ, അതു നീയായിരുന്നോ? ഉറക്കം കളയാൻ വന്നോളൂ ഓരോ ശല്യങ്ങള്. വിഷമിക്കാതെ സൂത്ര, ആ മാവിൽ അടുത്ത കൊല്ലം വേറെ മാങ്ങയുണ്ടാവും.